ഹായ് ചങ്ങാരീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങോട്ടാണ് ഈ രാത്രിയിലെന്ന് വിചാരിക്കുന്നുണ്ടാവും. രാത്രിയല്ല കേട്ടോ, രാവിലെയാണ്. ഏകദേശം ഒരു 5:30-5:45 സമയമായി കാണും. ഞാനും എൻ്റെ കുട്ടിപ്പട്ടാളം കൂടിയിട്ട് ഇന്ന് നമ്മുടെ തൃശ്ശൂർ KSRTCയുടെ കൂടെ കോട്ടയത്തുള്ള മാംഗോ മഡേഴ്സിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. അപ്പോൾ നമ്മുടെ KSRTCയോടൊപ്പം എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 6 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ KSRTC സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ചേട്ടനാണ് ഡ്രോപ്പ് ചെയ്തത്. ഞങ്ങളവിടെ ആക്കിയിട്ട് ചേട്ടൻ തിരിച്ചു പോയി. ഞാനും 2 പിള്ളേരും കൂടിയിട്ടാണ് കേട്ടോ പോണത്. ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ട്, എന്നിരുന്നാൽ കൂടിയിട്ടും ഞാൻ ഇത്ര ദൂരം ട്രാവൽ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. സോ ഞങ്ങളുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. മാംഗോ മഡേഴ്സിലെ കുറച്ച് കാര്യങ്ങളും ഞങ്ങളുടെ ഒരു ദിവസവും കൂടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാത്തിയടിച്ച് സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ഏകദേശം 6 മണിയോട് കൂടി ഞങ്ങളവിടെ എത്തി. ഒരു 6:10 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും KSRTC സ്റ്റാൻഡിൽ നിന്നും ബസ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരാൾക്ക് ടിക്കറ്റിന് വരണത് 1750 രൂപയാണ്. KSRTC ഒരുപാട് ട്രിപ്പുകളും കാര്യങ്ങളും ഇപ്പോൾ ഉല്ലാസയാത്രയായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഈ മാസത്തേക്ക് തൃശ്ശൂരിൽ നിന്ന് പോകുന്ന KSRTCയുടെ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. പിന്നെ ഇതാണ് കേട്ടോ കണ്ടക്ടർ ചേട്ടൻ, ഷാജിലാൽ എന്നാണ് ആളുടെ പേരായിരുന്നത്. ഷാജിലാൽ, അതുപോലെ ഡ്രൈവർ അനിൽ, 2 പേരും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും അവരുടെ പേര്, എവിടെ നിന്നാണ് വരുന്നത്, സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഇൻട്രൊഡക്ഷൻ സംഭവം പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വളരെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലും ഒരു പരിചയമില്ലാത്ത ആൾക്കാരും കൂടിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എന്നിരുന്നാൽ കൂടിയും നല്ല ഒരു ട്രിപ്പായിരുന്നു അത്. ആ കണ്ടക്ടറിൻ്റെയും ഡ്രൈവർ ചേട്ടൻ്റെയും ഒരു കോർഡിനേഷൻ അതിനകത്ത് വളരെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അന്താക്ഷരി കളിക്കുക, പാട്ടുകൾ പാടുക, ദംഷറാട്സ്, പിന്നെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ട് കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ അവർ തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ്റൂം പോകാനുള്ള സൗകര്യം കൂടെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അപ്പോഴും സൈഡായി അവന് ഉറക്കമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും 9:45 ഒരു 10 മണിയോട് കൂടിയിട്ട് നമ്മൾ കോട്ടയം കടുതുരുത്തിയിലുള്ള മാംഗോ മഡേഴ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. KSRTCയുടെ കൂടെ പോകുന്നതെങ്കിലും ബസ്സിൻ്റെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നല്ലതായിരുന്നു കേട്ടോ. നല്ല കംഫർട്ടബിൾ സീറ്റിങ്ങും കാര്യങ്ങളായിരുന്നു. ഒരു 10-40 പേര് ഉള്ള ഒരു ബസ്സിലാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും നല്ല കമ്പനി ആയിട്ടോ. പെട്ടെന്ന് തന്നെ ഒരു ഫാമിലി ട്രിപ്പ് പോകുന്ന ഒരു എഫക്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മാംഗോ മഡേഴ്സിൻ്റെ ഒരു എൻട്രൻസ് വരണത്. അതാണ് നമ്മുടെ ബസ്. ഇത്രയും ആളുകൾ കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു മെയിൻ എൻട്രൻസിലേക്ക് വരുന്ന ഭാഗം. അപ്പോൾ അവിടെ തന്നെ എന്തൊക്കെയാണ് അവിടെ ഉള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, നമുക്ക് അവിടെ എന്തൊക്കെ ടൈപ്പ് മരങ്ങളുണ്ട്, ഒരു 4000+ ട്രീസ് ഉണ്ടെന്നാണ് പറയണത് അവിടെ. അതൊക്കെ അവിടെ ഓരോ ഭാഗത്തേക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പാർക്കിനുള്ളിലെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ള ബോർഡുകൾ എല്ലാം കാണാം കേട്ടോ. എല്ലായിടത്തും സൈൻ ബോർഡുകളുണ്ട്. പിന്നെ ആ ഫ്രണ്ടിൽ ഇതുപോലെ ഓട്ടോറിക്ഷ, ബസ്, ട്രെയിൻ മോഡലിലൊക്കെ ഇലക്ട്രിക് വണ്ടികളുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേ ചെയ്തിട്ട്, അതായത് വലിയ പൈസയൊന്നുമില്ല, ഒരു 50 റുപ്പീസ് 100 റുപ്പീസൊക്കെ ഉള്ളൂ, നമുക്ക് പേ ചെയ്തിട്ട് ആ വണ്ടികളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഡ്രൈവർ ഉണ്ടാവും. നമുക്കപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടും ഒരു 30 ഏക്കേഴ്സിലുള്ള സ്ഥലമാണ്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് അവർ ചുറ്റിക്കാണിച്ച് തരും. എക്സ്ട്രാ പേ ചെയ്യണം കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിൽ ദോശയും ചട്നി, സാമ്പാർ, അതുപോലെ കട്ട് ഫ്രൂട്ട്സ്, ബ്രെഡ് റോസ്റ്റ്, പൂരി, നമ്മുടെ ഉരുളൻകിഴങ്ങിൽ മസാലക്കറി, പിന്നെ എഗ് റോസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇതെല്ലാം നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാം നല്ല നല്ല കാറ്റും നല്ല തണലും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. ഇത്രയും അധികം മരങ്ങൾ ഇങ്ങനെ ചുറ്റുമുള്ള കാരണം നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഓരോ സ്പോട്ടിലേക്കും പോകാനായിട്ടുള്ള വണ്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അവൈലബിൾ ആണ്. അതിന് നമുക്ക് എക്സ്ട്രാ പേ ചെയ്താൽ മതി എന്ന് മാത്രം. അതിൽ പേയിങ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഒരു ഗൈഡായിട്ട് 2 ചേച്ചിമാരുണ്ടായിരുന്നു. ഒരു ഗൈഡല്ല, 2 ഗൈഡുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ആ പോകുന്ന പച്ച ചേച്ചി, ആ ചേച്ചിയുടെ പേരാണ് സിന്ധു. ഇത് അക്ഷയ. ഇത് നമ്മുടെ മീൻകുട്ടികൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. നമുക്ക് മീനൂട്ട് പാലം എന്നാണ് ഈ പാലത്തിൻ്റെ പേര്. ആ കാണുന്നത് നമ്മുടെ ഒറ്റ കോയിനില്ലേ, 1 രൂപ കോയിൻ, അത് പ്രിൻ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ഷീറ്റ്സാണ്
ഈ പാലത്തുമ്മ ഇട്ടിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതാ നമുക്ക് ഈ പാലത്തു കൂടെ അങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ മീനുകൾക്ക് തീറ്റിയിട്ട് കൊടുക്കാം. മീനുകൾക്ക് തീറ്റ കൊടുക്കുന്നത് നമ്മുടെ പാപങ്ങളൊക്കെ കുറയ്ക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും വാരി വാരി ഇട്ടിട്ട് തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം പിലോപ്പിയാണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. നല്ല ഗുണ്ടു ഗുണ്ടു മീനുകളായിരുന്നു, നല്ല വണ്ണമുള്ള തക്കട് കുട്ടന്മാർ. അപ്പോൾ അവർക്ക് നമ്മളും തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മീൻ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും, ഏത് സ്ഥലത്തേക്ക് നമ്മൾ കടക്കുമ്പോഴും അതിലെല്ലായിടത്തും അതിനുള്ള സൈൻ ബോർഡുകളും അതുപോലെ തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള ചെറിയൊരു വിവരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതൊക്കെ എല്ലാം നമ്മുടെ ഈ 30 ഏക്കറും കംപ്ലീറ്റും ഒരു കാട് പോലെയാണ്. അതായത് നല്ല വൃത്തിയുള്ള നല്ല നീറ്റായിട്ടുള്ളൊരു കാട് പോലെയാണ് കേട്ടോ അത് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഓരോ കാര്യങ്ങളും ആ ചേച്ചി നമുക്കിങ്ങനെ പോകെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ, എന്താണ് ഈ ഓരോ മരത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ചേച്ചി നമുക്ക് വിവരിച്ച് തരുന്നുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഏദൻ തോട്ടം. ഏദൻ ഗാർഡനും ഏദൻ തോട്ടം കൂടി മിക്സായിപ്പോയി. അപ്പോൾ ആദവും ഹവ്വയാണ് കേട്ടോ ആ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ശില്പങ്ങളും കാര്യങ്ങളുമായിട്ട് ഒരുപാട് വൃക്ഷങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. പിന്നെ ഇതൊരു പ്രൈവറ്റ് പൂളും വരുന്നുണ്ട്, ഒരു പബ്ലിക് പൂളും വരുന്നുണ്ട്. ഇത് പ്രൈവറ്റ് പൂളാണ്, കാരണം അവർക്ക് അവിടെ നമുക്ക് സ്റ്റേ ചെയ്തിട്ട് സ്റ്റേക്കേഷൻ കൂടെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത്, മാംഗോ മഡോസ്. അപ്പോൾ അങ്ങനെ സ്റ്റേ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള പ്രൈവറ്റ് പൂളാണ് കേട്ടോ അത്. പലതരം കോട്ടേജുകളുണ്ട്, ഒക്കെ ഇതിനും റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഓരോ സീസണിന് അനുസരിച്ചിട്ട് ചെറിയ ചെറിയ ഡിഫറൻസുകൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് തന്നെ നമുക്ക് അറിയാവുന്നതാണ് വിവരങ്ങൾ. അപ്പോൾ അത് ഓരോ ഇതനുസരിച്ച്, അതായത് നമ്മുടെ സീസൺ അനുസരിച്ചിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നു മാത്രം. എന്തായാലും എനിക്കും പിള്ളേർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതിനകത്ത് തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഞാൻ ഈ മാംഗോ മഡോസിലെ കാഴ്ചകളായിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് എനിക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ ആ വീഡിയോയും കൂടെ നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. മാംഗോ മഡോസ് എന്നുള്ള ഒരു വീഡിയോയും കൂടെ ഞാൻ അടുത്തത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ടാക്കുക. പിന്നെ വന്നിട്ട് നമുക്കിതുപോലെ കുറേ നടക്കാനുണ്ട്. നമുക്ക് റിക്ഷ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം. പക്ഷേ റിക്ഷ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഏതാണെന്നുള്ളതൊന്നും പറഞ്ഞു തരാനായിട്ട് ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളൊരു ഗ്രൂപ്പിൻ്റെ കൂടെയാണല്ലോ പോയത്. അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിക്ഷയിലോ ട്രെയിനോ അല്ലെങ്കിൽ ബസ്സുണ്ട്, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ നടന്ന് നമ്മളൊരു വഴിയാവുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഞാനും പിള്ളേരും കൂടിയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് പതുക്കെ അതൊക്കെ കഴിച്ചുകൊണ്ടായി പിന്നത്തെ നടത്തം. ഗ്രൂപ്പൊക്കെ വേറെ ഏതോ വഴിക്ക് പോയി. ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പം നടക്കാനൊന്നും പറ്റാതെയായി. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് പോയിട്ട് ഒരു ഇതൊക്കെ വാങ്ങിച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് സെറ്റായി കേട്ടോ. പിന്നെ വന്നിട്ട് പെഡൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പോകണമെന്നുള്ളവർക്ക് പോവാം. ഇതെല്ലാം നമ്മുടെ ഈ ടിക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഈ മാംഗോ മഡോസിലെ ടിക്കറ്റിന് പിന്നെ നമ്മൾ പോയത് ആ കൊട്ടവഞ്ചിയിലാണ്. ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് പോയി. നമുക്ക് ഫിഷ് കറി മീൽസാണ് നമ്മൾ ഓൾറെഡി ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ മെനു തന്നപ്പോൾ നമ്മൾ ഫിഷ് കറി മീൽസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിച്ചു. അതിന് ശേഷം ചെറിയൊരു പ്ലേ ടൈം ഉണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരെ അതിലേക്ക് വിട്ടിട്ട് ഞാൻ റെസ്റ്റിംഗ് ടൈം ആയിരുന്നു. പിന്നെ പെഡൽ ബോട്ട് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് തന്നെ മെൻഷൻ ചെയ്യാം കേട്ടോ. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞേക്കാം എന്തൊക്കെ ആക്ടിവിറ്റീസും കാര്യങ്ങളാണുള്ളത്, റേറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ താഴത്തെ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ അപ്പോൾ അവരെ അതിലേക്ക് വിട്ടിട്ട് ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ ആർച്ചറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ അതൊക്കെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഉന്നം വയ്ക്കാതെ വിട്ടിട്ട് അത് എവിടേക്കൊക്കെയോ പോയി. രണ്ടാമത് ഞാൻ ഉന്നം വെച്ചിട്ട് ഒരു ആർച്ചറി ഒരു അമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എക്സാക്റ്റ് അത്ര വല്ലാണ്ടതിൽ വന്നില്ല എന്നുണ്ടെങ്കിലും ആ ഒരു സർക്കിളിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടാമത്തേത്. മൂന്നാമത്തേത് കുറച്ചും കൂടി അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിവേസ് ഐ എം സോ ഹാപ്പി. പിന്നെ അതാ എൻ്റെ ലൈഫിൽ ഞാൻ മിസ് ചെയ്ത ഒരു സംഭവമാണ് കേട്ടോ ഇത്, സൈക്ലിംഗ്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി സൈക്ലിംഗ് ചെയ്തപ്പോൾ. ആദ്യത്തേൽ ഞാനിത് ചവിട്ടിയപ്പം ഇത് ചവിട്ടാനായിട്ട് ഞാൻ ആക്ച്വലി മറന്നുപോയി. എനിക്ക് തോന്നുന്നു മോർ ദാൻ ഒരു 12 or 15 years ആയി കാണും ഞാൻ സൈക്ലിംഗ് ചെയ്തിട്ട്. ഒരു 10ാം ക്ലാസ്സൊക്കെ ആയിരുന്ന സമയത്തായിരിക്കണം ഇത് സൈക്ലിംഗ് ലാസ്റ്റിൽ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ സൈക്കിൾ ചവിട്ടാൻ പറ്റിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഞാൻ ഈ സൈക്ലിങ്ങിൽ. അതും നമുക്ക് ഈ പറയുന്ന പോലെ അവിടെ നിന്ന് തന്നെ സൈക്കിളും കാര്യങ്ങളൊക്കെ കിട്ടും.
100 രൂപ കോഷ്യൽ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. ഒരു 30 മിനിറ്റ്സിനാണ് നമുക്ക് സൈക്കിള് അവർ തരിക കേട്ടോ. ഇതെല്ലാം പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പിന്നെ അത് അവിടെ തന്നെ ഉണ്ടായിരുന്നതാണ് ഈ മൺകലമില്ലേ, അത് നമുക്ക് 100 രൂപ എക്സ്ട്രാ നമ്മൾ പേ ചെയ്യണം. അപ്പോൾ ഈ ചേട്ടൻ്റെ കൂടെ ഇരുന്നിട്ട് നമുക്കതിങ്ങനെ ക്ലേ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അതൊരു 5 മണിയാകുമ്പോൾ വന്ന് വാങ്ങിക്കാനായിട്ട് ഈ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തോന്നും നമ്മളാണ് ചെയ്യുന്നതെന്ന്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആ ചേട്ടൻ വന്നിട്ട് അതൊന്ന് മോൾഡ് ചെയ്ത് കൊടുക്കും. അപ്പോഴാണ് ശരിക്കും പറഞ്ഞത് ഈ ഒരു പരുവത്തിലേക്കൊക്കെ എത്തുന്നത്. നമ്മളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയും എത്തത്തില്ല. പക്ഷേ ആ ചേട്ടൻ ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് ചെയ്യും. നമ്മുടെ കയ്യിൽ ഇടയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ നനച്ചിട്ട് നമ്മളോട് പറയും, ദാ ഇങ്ങനെ പിടിക്കൂ എന്നുള്ളത് പറയും. അപ്പോൾ നമ്മളങ്ങനെ പിടിച്ച് ചെയ്താൽ മാത്രം മതി. നമ്മുടെ കുടം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എൻ്റെ പേര് രേഷ്മ എന്ന് എഴുതിയിട്ട് എനിക്ക് തന്നെ തന്നു കേട്ടോ. പിന്നെ വന്നിട്ട് ഇവിടെ ഒരു ATM കൗണ്ടറുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ATM ഒന്നുമില്ല. പക്ഷേ ഇതിനകത്ത് തീമായിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ ലുട്ടാപ്പി, കുട്ടൂസൻ, ഡാഗിനീനൊക്കെയാണ് ഇതിനകത്ത് ഒരു തീമായിട്ട് അവർ വെച്ചിട്ടുള്ളത്. ഞാൻ അതിനകത്ത് ATM എവിടെയാണെന്ന് നോക്കുമായിരുന്നു. ATM ഒന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ പിള്ളേർ പാർക്കിലേക്ക് തന്നെയാണ് വീണ്ടും ഓടി കയറിയത്. പാർക്കിലത്തെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു 12D എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാണ് പിന്നെ പോയത്. അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർ. എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പൂളിലേക്ക് പോയി. ഞാൻ പൂളിൽ ഇറങ്ങിയില്ല. പിള്ളേർക്ക് വേണ്ടിയിട്ടൊരു ചെറിയൊരു കിഡ്സ് പൂൾ കണ്ടോ. ആമീൻ്റെ കാല് പോലും മൊത്തമായിട്ട് നനയുന്നില്ല. അങ്ങനെ ഒരു ടൈപ്പിലുള്ള ഒരു കിഡ്സ് പൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ നടന്നതിൻ്റെ ക്ഷീണമൊക്കെ അവർക്ക് ആ പൂളിൽ കുളിച്ച് കയറി കഴിഞ്ഞപ്പോഴത്തേനും പോയി. പിന്നെ ഇതൊരു ചെറിയൊരു ഏലത്തോട്ടം പോലെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ മുകളിലൊരു ഏറുമാടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാത്തത് പിള്ളേരുടെ എന്തെങ്കിലും ചൈൽഡ് ഗൈഡ് ലൈൻസ് സംഭവങ്ങളോ വന്നാലോ എന്ന് വെച്ചിട്ടാണ് കുട്ടികളുടെ കാര്യങ്ങൾ അധികം കാണിക്കാത്തത്. ഞങ്ങളെല്ലാവരും നന്നായിട്ട് എന്തായാലും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മിനി വേർഷനാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇത് അവർ ഉഴുന്നുവടയാണെന്ന് പറഞ്ഞിട്ടാണ് തന്നത്. പക്ഷേ ഏറുപന്ത് പോലത്തെ കണ്ടോ. ഹാമിക്ക് പറയാം വലിച്ചിട്ട് കിട്ടുന്നില്ല, ഇത് എന്ത് സംഭവമാണോ എന്തോ അറിഞ്ഞുകൂടാ. അത് മാത്രമായിരുന്നു ഒരു മോശമായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ അടുത്ത് 5 മണിക്ക് വന്നിട്ട് മറ്റേ കുടം വാങ്ങിക്കാൻ പറഞ്ഞപ്പം നമ്മൾ 5 മണിയായപ്പോൾ വന്ന് കുടം വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി. ആമി അപ്പോഴത്തേനും വണ്ടിയിൽ ഉണ്ടായിരുന്ന കുട്ടിപ്പട്ടാളങ്ങളുമായിട്ട് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. അവർ നല്ല കളിയും കാര്യങ്ങളായിരുന്നു. അപ്പോഴും നൈസായിട്ട് സൈഡായി. അവിടെ നിന്ന് കയറിയ പിന്നെ അപ്പോഴും ഉറങ്ങി. പിന്നെ ഇത് നമ്മുടെ ടോളിൻ്റെ അവിടെയാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ. KSRTCയിലായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ സമയത്ത് നമ്മളൊരു 9:30 ആയപ്പോഴത്തേനാണ് സ്റ്റാൻഡിൽ എത്തിയത്. KSRTC എന്നൊരു വണ്ടി ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനെ എത്താൻ പറ്റിയത്. അല്ലെങ്കിൽ നമ്മൾ അവിടെ പെട്ടുപോയേനെ. അങ്ങനെ ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു. വന്നു, ഫുഡ് കഴിച്ചു. കുക്ക് ഡോറിലാണ് പോയിട്ട് ഭക്ഷണം കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലെത്തി. ഒരു കുളിയും പാസ്സാക്കി സുഖമായിട്ട് അങ്ങ് കിടന്നുറങ്ങി. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം. ഇങ്ങനെയൊക്കെ ആയി അടിപൊളിയായിട്ട് പോയി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.